ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് പുതിയൊരു എയർ ഡ്രോപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്ലൂം ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പ്. പ്ലൂം ടെസ്റ്റ്നെറ്റ് എന്ന് പറയുന്ന ഒരു RWA ചെയിൻ ആണ്. ഇതിന് 10 മില്യൺ സീഡ് ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോൺ വെഞ്ചേഴ്സും ഗാലക്സിയും ഒക്കെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് എയർ ഡ്രോപ്പിൻ്റെ സൈറ്റിൽ കയറണം. ദെൻ കണക്ട് വാലറ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് മെറ്റാമാസ്കോ OKX വാലറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മെറ്റാമാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റാമാസ്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ വാലറ്റ് കണക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സൈൻ ഇൻ ചെയ്യണം. ഓക്കെ, സൈൻ ആയിട്ടുണ്ട്. ഇപ്പോൾ 5000 മൈൽസ് എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലൂം ടെസ്റ്റ്നെറ്റ് നെറ്റ്വർക്കിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ അതിനകത്ത് എതേറിയം നെറ്റ്വർക്ക് എന്തോ ആണ് കിടന്നിരുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പ്ലൂം ടെസ്റ്റ്നെറ്റ് നെറ്റ്വർക്കിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നെറ്റ്വർക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്ലൂം ഗൂണ് മിൻറ്റ് ചെയ്യണം. പ്ലൂം ഗൂൺ മിൻറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ ക്രൈറ്റീരിയാസ് ഏതെങ്കിലും നമ്മൾ മാച്ച് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എലിജിബിലിറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ക്രൈറ്റീരിയാസ് എന്താണെന്ന് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് മാച്ച് ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിൽ എലിജിബിൾ ആവുകയുള്ളൂ. ഇനി ഇതൊന്നും നിങ്ങൾക്ക് മാച്ച് അല്ല എങ്കിൽ വിഷമിക്കേണ്ട, അതിന് വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് കണ്ടോ, സോഷ്യൽ ഗൂൺസ്. ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ദെൻ കണക്ട് ട്വിറ്റർ കൊടുക്കുക. ഓതറൈസ് ആപ്പ് കൊടുത്തുകൊണ്ട് ട്വിറ്റർ കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ട്വിറ്റർ കണക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോട്ട് എലിജിബിൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഷെയർ എ ട്വീറ്റ് കൊടുക്കുക. നമ്മൾ അവരുടെ ഒരു ട്വീറ്റ് ഷെയർ ചെയ്യണം. പോസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് ആ ഒരു പ്ലൂമിൻ്റെ പഴയ സൈറ്റിലേക്ക് വരിക, ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇനി നമ്മൾ റീഫ്രഷ് ചെയ്യണം. റീഫ്രഷ് ചെയ്ത് നോക്കുക എലിജിബിൾ ആയോ എന്നുള്ളത്. ഇവിടെ എന്തേ നോട്ട് എലിജിബിൾ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യുക. ഒരു 2-3 ടൈംസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ആയിട്ടുണ്ട്. മിൻറ്റ് NFT എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. ഓക്കെ, ഇനി മിൻറ്റ് NFT കൊടുക്കുക. NFT മിൻറ്റ് ചെയ്യാനായിട്ട് പ്ലൂം നെറ്റ്വർക്കിൽ ടെസ്റ്റ്നെറ്റ് എതേറിയം ആവശ്യമാണ്. സോ ഫോസറ്റിൽ ചെന്നിട്ട് ടെസ്റ്റ്നെറ്റ് എതേറിയം ക്ലെയിം ചെയ്യാം. സംടൈംസ് നമുക്ക് സൈറ്റ് എറർ ആവാറുണ്ട്. അങ്ങനെ ആണെങ്കിൽ പേടിക്കേണ്ട, നമുക്ക് ബ്രിഡ്ജ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്. അതെ, ഇവിടെ ഇപ്പോൾ സൈറ്റ് എറർ ആണ്. സോ നമുക്ക് ബ്രിഡ്ജ് ചെയ്യാം. ബ്രിഡ്ജ് ചെയ്യാനായിട്ട് സൈറ്റിലേക്ക് പോവാം. ഇനി നമ്മളിവിടെ സെബോളിയ നെറ്റ്വർക്കിൽ നിന്ന് പ്ലൂം നെറ്റ്വർക്കിലേക്ക് കുറച്ച് ETH ബ്രിഡ്ജ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇവിടെ കുറച്ച് ETH കൊടുക്കുവാണ്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻ പെൻഡിങ് ആണ് കാണിക്കുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലൂമിൻ്റെ ആ പഴയ ഒരു സൈറ്റിലേക്ക് പോവാം, എയർ ഡ്രോപ്പിൻ്റെ സൈറ്റിലേക്ക്. നമ്മൾ ബ്രിഡ്ജ് ചെയ്യാനായിട്ട് സെബോളിയ നെറ്റ്വർക്ക് ആക്കിയായിരുന്നു. സോ അതിൽ നിന്ന് നമുക്ക് തിരിച്ച് പ്ലൂം നെറ്റ്വർക്കിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ മിൻറ്റ് NFT കൊടുക്കാം. ഓക്കെ, മിൻറ്റ് NFT കൊടുത്തിട്ട് ആകുന്നില്ലെങ്കിൽ നമുക്ക് റീഫ്രഷ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു 1-2 വട്ടം റീഫ്രഷ് ചെയ്താലേ അത്
വർക്കാകൂ. ഓക്കെ, ഇപ്പം മിന്റ് ആയിട്ടുണ്ട്. ദേ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന NFT എന്ന് പറഞ്ഞാൽ ലെജൻഡറി ആണ്. 30,000 മൈൽസ് എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന NFT ഏതാണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്ന മൈൽസും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കോഡ് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് പ്രൊഫൈൽ എടുക്കുക. ഇതാ പ്രൊഫൈല്. ഇനി ഇവിടെ ഡിസ്കോഡ് കണക്ട് ചെയ്യാം. ഓതറൈസ്. ഓക്കെ, ഇവിടെ എന്തോ സൈറ്റ് ഇഷ്യൂ ആണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഡിസ്കോഡ് കണക്ട് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, നിങ്ങളത് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാ എയർ ഡ്രോപ്സും തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അത്രയും സ്റ്റഡി നടത്തിയിട്ടാണ് എയർ ഡ്രോപ്പുകൾ ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അതേപോലെ തന്നെ പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രം എയർ ഡ്രോപ്പുകൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ഗൈസ്.